സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയാൻ മോദിക്ക് എന്ത് അവകാശം? ചോദിക്കുന്നത് പാലക്കാട് എം പി ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് എൻ.ഡി.എയുടെ മോദി കേരളത്തിലെത്തി തൃശ്ശൂരും പാലക്കാടൊക്കെ സന്ദർശിച്ചു. അതിനിടയിലാണ് പാലക്കാട് എം.എൽ.എ ഒരു സ്ത്രീ ലംബടനാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെ ഏത് രീതിയിലാണ് എൻ.ഡി.എ സർക്കാർ ആദ്യ തവണ സംരക്ഷിച്ചു പോന്നിരുന്നത് എന്നൊക്കെ. യാതൊരു തരത്തിലുള്ള അദ്ദേഹത്തിനെതിരെ മോദിയൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള കുറേയധികം ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഈ മോദി എന്തിനാണ് ഈ ആളുകളെ തട്ടിപ്പ് അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിനൊരു ഇമേജ് ഉണ്ട്. അദ്ദേഹം വളരെ നീതിമാനും വളരെ സത്യസന്ധനുമായിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി എന്നൊക്കെ. പക്ഷേ കാപട്യത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും ഒരു മുഖം തന്നെയാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തെളിയിച്ചോ? ഈ ഒരു സംഭവം കൊണ്ട് മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ വിഷയം, ഏതാനും മാസത്തിലെ ഏതാനും വർഷങ്ങളിൽ വേണേൽ പറയണേ, മുഖ്യ വിഷയം കേരളത്തിലെ കള്ളക്കടത്തും അഴിമതിയായിരുന്നു. കേരളത്തിലെ കള്ളക്കടത്തിൻ്റെ കേന്ദ്രമായി മോഡി തന്നെ വാക്കാൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ്, CMO ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണ് എന്ന് പരസ്യമായി ഇവിടെ വന്ന് പറഞ്ഞു. അതപ്പോൾ ഒന്നാം സാക്ഷി അദ്ദേഹമായി. പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ വെറുതെ ഒരു കാര്യം പറയുകയില്ല. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നില്ല, മോഡി പറയുന്നില്ല, ED വരുന്നില്ല, എൻഫോഴ്സ്മെൻറ്റ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. അതൊരു സംഭവം അങ്ങ് പോവാണ്. ആ സമയത്ത് ഇവിടെ വന്ന് പറയുകയാണ്, അത് പാലക്കാട് വന്ന് പ്രസംഗിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ്റെ മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു MP ഉണ്ടായിരുന്നു എന്നും, അല്ല MP അല്ലേ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എന്നും മറക്കരുത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം സാധാരണ മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടുത്തതുപോലെ സ്ത്രീകളെ നശിപ്പിച്ചു, അല്ലെ പോക്സോ കേസ്, അങ്ങനെ പല കേസുകളൊക്കെ FIR ഒക്കെ ഇട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകില്ല എന്നാണ് മോഡി വ്യാഖ്യാനിച്ച് വെച്ചത്. പക്ഷേ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മോഡിക്കിത് പറയാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന മറ്റാരുമല്ല രാഹുൽ മാങ്കൂട്ടാണ്. അതിന് മറുപടി പറയാൻ മോഡി വരുമോ എന്നറിയില്ല. അതിന് കേരളത്തിലെ BJP നേതാക്കന്മാർ മറുപടി പറയുമോ എന്നറിയത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ട ചില ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക്. അത് നമ്മൾ കേൾക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് അർത്ഥമില്ലേ, എൻ്റെ വാക്കുകൾക്ക് അർത്ഥമില്ലേ, അതിന് മോഡി ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനെ പല ദിവസങ്ങൾ പോലും പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ പോലും സ്തംഭിപ്പിച്ച ഒരു ഗുരുതരമായ ആരോപണം ഏതാനും വർഷം മുമ്പ് ഇതുപോലെ വന്നിരുന്നു. ഒന്ന്, നമ്മുടെ കായിക മന്ത്രിയുമായി ബന്ധപ്പെട്ട് കായിക താരങ്ങൾ അനുഭവിച്ച, പല കാലത്ത് അനുഭവിച്ച, പല മേഖലയിലുള്ള കായിക താരങ്ങൾ അനുഭവിച്ച പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. ഗുസ്തി താരങ്ങളായ പൂനിയുടെ കാര്യവും ഫോഗട്ടിൻ്റെ കാര്യം, സാക്ഷി മാലിക്, വിനേഷ് ഫോഗാട്ട്, ഇവരുടെ എല്ലാം കാര്യം വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം അന്ന് ഈ കേന്ദ്രമന്ത്രി, ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിയെയും സ്പോർട്സ് കൗൺസിൽ ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിച്ച് നിർത്തിയ ആരെയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആരാ? നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയാണ് കേരളത്തിൽ വന്ന് FIR ഇട്ട് അന്വേഷണം പോലും ശരിക്കും നടത്താൻ തുടങ്ങാൻ പറ്റാത്ത കേസിനെക്കുറിച്ച് വർത്തമാനം പറയുന്നത്. എന്തെങ്കിലും അവകാശമുണ്ടോ? അപ്പോൾ താങ്കളുടെ ചോദ്യം, മോഡിക്ക് ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞ സ്ഥലം എവിടെയാണ്? BJPയുടെ ഏറ്റവും കൊള്ളാവുന്ന നേതാക്കന്മാരൊരാളായ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാടാണ് പറയുന്നത്. അവർ മര്യാദയ്ക്ക് അങ്ങ് ജയിച്ചു പോയേനെ. ഇത് നാളെ അതിലും വലിയ കോൺട്രവേഴ്സി ആവും. മോഡി ഇത് പറഞ്ഞതുകൊണ്ട്, രാഹുൽ മാങ്കൂട്ട് ഇത് ഉയർത്തിയതുകൊണ്ട്, രാഹുൽ മാങ്കൂട്ട് അഗ്രേഡ് പാർട്ടിയാണ്, കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയാണ്, ആണോ ഇല്ലെന്നുള്ള കോടതി തീരുമാനിക്കണം. ആ രാഹുൽ മാങ്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ്, അല്ല ഇഷ്ടംപോലെ സംഭവങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പീഡനക്കേസുകളും പരാതികളും എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഏത് പാർട്ടിയിലും ഇല്ലാത്ത എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പം മന്ത്രിമാരുടെ പേരിൽ, നേതാക്കന്മാരുടെ പേരിൽ എല്ലാം വരുന്നുണ്ട് ആരോപണങ്ങൾ. പക്ഷേ അപ്പോൾ ഇത് അന്വേഷിച്ച് കണ്ടെത്തി തെളിവ് കിട്ടുന്നത് വരെ അതൊരു ഇഷ്യൂ ആക്കാതെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ്. അവരൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെ എടുക്കാൻ പാടില്ല, അത് നിയമപരമായി എടുക്കണം. അപ്പം മോഡി കള്ളക്കടത്തുകാരുടെ സ്വർഗമാണ് പിണറായി വിജയൻ്റെ ഓഫീസ് CMO എന്ന് പറയുമ്പോൾ മോഡി ഈസ് എംപവേർഡ്. അധികാരം, നിയമം കയ്യിലെടുത്ത് ആ നിയമം നടപ്പാക്കാൻ കഴിവുള്ള ആളാണ് മോഡി. ഇപ്പോൾ ഈ അടിമകൾ എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഉണ്ട്. അതായത് പിണറായി വിജയനും അടിമകളുണ്ട്, നരേന്ദ്രമോദിക്കും അടിമകൾ, പരസ്പര അടിമകളാണ്. അതെ. ഈ അടിമകളുടെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
താൻ ഇഷ്ടപ്പെടുന്ന നേതാവ് തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഈ അടിമകൾ വായും പൂട്ടിയിരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ പാടും. വായും പൂട്ടിയിട്ട് ഈ അടിമകൾ ഇരിക്കും എന്നുള്ളതാണ് ഈ അടിമകളെ വളരെ പ്രത്യേകതരമായിട്ടുള്ളൊരു അടിമകളാക്കി മാറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മോദിയുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒന്ന്, ഇപ്പം സുബ്രഹ്മണ്യ സ്വാമി പല ഇൻ്റർവ്യൂകളൊക്കെ നൽകിയിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്. 2-3 സ്ത്രീകൾക്കൊപ്പം മോഡി കിടന്നിട്ടുണ്ട്. അത്തരം കിടന്ന സ്ത്രീകൾക്ക് പല സ്ഥാനമാനങ്ങളും ലഭിച്ചു. MP സ്ഥാനത്ത് വരെ അവരെത്തി, ചിലവർ മന്ത്രിയായി എന്നൊക്കെ ആരോപണമാണ്. സുബ്രഹ്മണ്യ സ്വാമി പറയുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമി ആരാണ്? കേസൊന്നും വന്നിട്ടില്ല. അതെ. പിന്നെ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നുണ്ട് കുറേയധികം ആരോപണങ്ങൾ മോദി വേറൊരു മന്ത്രിയെക്കുറിച്ച്. അതെ അതെ. അപ്പം ഇങ്ങനെ മോദിയുടെ ഈ നീതിമാനാണ്, ധർമ്മിഷ്ഠനാണ് മോദി എന്നൊക്കെയുള്ള കുറേയധികം ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ എന്താണ്, പൊഴിഞ്ഞു വീഴുകയാണ്. അല്ല, ക്രമത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റി ലോകത്തൊരു പൊളിറ്റിയിലും ഈ മനുഷ്യരുടെ വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. മഹാത്മാഗാന്ധി തൊട്ട് ആരോപണ വിധേയനായിരുന്നു. ഇപ്പോഴും അത്. അപ്പോൾ ഇങ്ങനെ ഇത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് വെച്ചൊരു പൊളിറ്റിക്കൽ ജഡ്ജ്മെൻറ്റ് നടത്തുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ കേസ് അവിടെ ഉണ്ട്, പാലക്കാട് ഉള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ്, ഇവിടെ സ്ത്രീകൾ സുരക്ഷിതമല്ല എന്ന് മോഡി പറയുമ്പോൾ അവിടെ മോഡി പ്രതിക്കൂട്ടിലും മാങ്കൂട്ടത്തിനേക്കാൾ വലിയ കുറ്റവാളിയായിട്ട് മോഡി മാറും. ഇതിനെല്ലാം നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവനാണ് മോഡി. മാത്രമല്ല, ഇങ്ങേരുടെ പേരിൽ അവിടുത്തെ തൊട്ടപ്പുറം മലമ്പുഴ മത്സരിക്കുന്ന കൃഷ്ണകുമാർ എന്ന BJPയുടെ പഴയ പാലക്കാട് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേരിൽ അത് വലിയ ഗുരുതരമായ ആരോപണമുണ്ട്. അത് ഉന്നയിച്ചിരിക്കുന്ന വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അരികത്ത് തന്നെയാണ്. എന്നെ പീഡിപ്പിക്കാൻ നോക്കുന്നു. അതിനെപ്പറ്റി മോഡി അറിഞ്ഞിട്ടില്ലേ? അതോ മോഡിക്ക് അത്രയും വിവരങ്ങളില്ലേ? പാലക്കാട് സ്ഥിരം സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ അല്ലേ? ആ കൃഷ്ണകുമാറൊക്കെ കൂടിയാണ് ശോഭാ സുരേന്ദ്രനെ ചവിട്ടി ഓടിച്ചത് പാലക്കാട്ട് അവർക്ക് വേണ്ടി. അതൊരു ക്ലിക്കായിരുന്നു. ആ ക്ലിക്കിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, ഏതെല്ലാം തരത്തിൽ. സുരേന്ദ്രൻ്റെ വീട്ടിൽ കുഴൽപ്പണം വന്നിട്ടുണ്ടോ? മിണ്ടുന്നുണ്ടോ? പിണറായി വിജയൻ കുഴൽപ്പണത്തിൻ്റെ കള്ളക്കടത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നെങ്കിൽ അതിൻ്റെ കാരിയറായിരുന്നു ആര്? സുരേന്ദ്രൻ. ഇത്തരം വിവരങ്ങൾ മോഡിക്ക് അറിയാത്തത് കൊണ്ടല്ല, രാഷ്ട്രീയമായിട്ട് തൻ്റെ എതിരാളികളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ആയുധം മാത്രമാണ് ഉപയോഗിക്കുന്നത്. മറ്റത് എത്ര. അതായത് ഇത്തരം ആരോപണങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾ നരേന്ദ്രമോദി നടത്തുമ്പോൾ അദ്ദേഹം തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മറ്റ് രാഷ്ട്രീയക്കാർക്കുള്ള നിലവാരമേ എനിക്കൊക്കെ ഉള്ളൂ സുഹൃത്തുക്കളെ, അല്ലാതെ ഞാൻ വലിയ ദൈവതുല്യനല്ല എന്ന് വീണ്ടും നരേന്ദ്രമോദി തെളിയിക്കുകയാണ്. തെളിയിക്കുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത, നമ്മുടെ പിണറായി വിജയൻ്റെ ചാർത്തി കൊടുത്ത പോലെ ഇരട്ടച്ചങ്കൻ അല്ലെ കേരളത്തിൻ്റെ രക്ഷകനൊക്കെയുള്ള ആ ഇമേജ് പോലെ തന്നെ ഇദ്ദേഹത്തിനുണ്ട്. വിശ്വഗുരു എന്നുള്ള വിശ്വഗുരു. ആ വിശ്വഗുരു ഗുരു അല്ല, വെറും കുരു മാത്രമാണ് കേരളത്തിലെ. അതായത് വിശ്വഗുരു ഗുരുവാണോ അതോ വെറും കുരു മാത്രമാണോ എന്ന് ആളുകൾ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന ആൾ ഇങ്ങനെ തന്നെ. ഈ ഒരു സംസാരം നാളെ വിശദമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ, വിശദമായി വിമർശിക്കപ്പെടുമ്പോൾ എല്ലാ മേഖലയിലും ഒരു പ്രശ്നം. കാരണം പറഞ്ഞിരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. അതിന് മാങ്കൂട്ടം നല്ല ഗംഭീര മറുപടി കൊടുത്തു. എനിക്ക് പേടിയില്ല. അങ്ങോട്ട് തന്നെ മറുപടി ഒന്ന് വായിച്ചേ. ഇതാണ് തീർച്ചയായിട്ടും മാങ്കൂട്ടത്തിന്റെ മറുപടി. ബൈബിൾ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ വല്ലാതെ വാചാലനായല്ലോ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ. സ്ത്രീ സുരക്ഷ എന്ന വാക്ക് ഉച്ചരിക്കാനെങ്കിലും നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ വിനേഷ് ഫോഗാട്ടും സാക്ഷി മാലിക്കും ബജ്റംഗ് പൂനിയയും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെപ്പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ചു നിന്ന് നാളുകളങ്ങ് മറന്നാലും ഇന്ത്യ മറക്കില്ല. അന്നവർ ആരോപണം ഉന്നയിച്ച അങ്ങയുടെ സുഹൃത്ത് ബ്രിജ്ഭൂഷണെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? നിങ്ങളാണോ ധാർമ്മികതയെപ്പറ്റി പ്രസംഗിക്കുന്നത്? കർണാടകയിൽ അങ്ങയുടെ വിശ്വസ്തൻ യെദൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കളല്ലേ? എന്നിട്ടും ഇത് പറയാൻ നാണമില്ലേ? അതും പോട്ടെ, അങ്ങ് ഇതൊക്കെ വന്നു പറഞ്ഞ പാലക്കാട്ടെ BJPയുടെ മുഖ്യ സംഘാടകരില്ലേ? അവരുടെ കയ്യിലിരിപ്പിനെ പറ്റി എന്തേലും ബോധ്യം താങ്കൾക്ക് വേണ്ടേ? ഇതെല്ലാം പോട്ടെ, അങ്ങയുടെ പാർട്ടിയിലെ തലമുതിർന്ന നേതാവും രാജ്യസഭാ മെമ്പറുമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി അങ്ങയെപ്പറ്റി ഉന്നയിച്ച ആരോപണത്തെപ്പറ്റി ഒരു വാക്ക് പ്രതികരിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതും പോട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയും മോദി ഭക്തയുമായിരുന്ന നിങ്ങളെപ്പറ്റി പുസ്തകം വരെ എഴുതിയ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ മധു പൂർണിമ കിശ്വർ കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പറ്റി പറഞ്ഞതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരണമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളോട് അവർ 2014 മുതൽ അകലം പാലിക്കുന്നതെന്നും നിങ്ങളെപ്പറ്റി എഴുതിയ ബുക്ക് നേരിട്ട് കൈമാറുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ പറഞ്ഞതിനെപ്പറ്റി എന്തു പറയുന്നു? ഇതൊക്കെ പറയാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങൾക്കും പേടി കാണും. എനിക്ക് പേടി, നെഹി എന്ന് പറഞ്ഞാൽ നെഹി. അങ്ങനെയാണ് മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്
ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പം എടുത്ത നിലപാടെന്താണ്? അത് തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകാപരമായിട്ടുള്ള നിലപാടാണ്. അല്ല മാങ്കൂട്ടത്തിൻ്റെ പേരിൽ മാത്രമല്ല കൗൺസിലറുടെ പേരിലും അതെ, കൗൺസിൽ റെയിലും വന്നു. അവരെയൊക്കെ പുറത്താക്കാനുള്ള ആർജവം, വലിയ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊന്നും നടത്താതെ ഉടനെ ഔട്ടെന്ന് പറയാൻ കാണിച്ചു എന്നുള്ളതാണ്. എത്ര കാലമാണ് ഈ ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാനായിട്ട് NDA ശ്രമിച്ചത്? ഇവരെന്നിട്ട് നാരീ ശക്തിയെ പറ്റിയിട്ടും സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടും ഇങ്ങനെ വലിയ വാചാലത നടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയം തീർച്ചയായിട്ടും പൊങ്ങി വരും. അത് എന്ത് ആളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, വിശ്വഗുരുവാണോ അതോ വെറും കുരു മാത്രമാണോ എന്ന ചോദ്യമാണ് ചോദിപ്പിക്കുക. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.